10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദേശത്തിൻ്റെ ഓർമ്മകളും ദേശത്തിൻ്റെ വെള്ളത്തിൻ്റെ ഓർമ്മകളൊക്കെ ഈ യൂണിറ്റിലൂടെ ചർച്ച ചെയ്ത സമയത്ത് മറ്റൊരു ദേശത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടെ നമുക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ മുരിങ്ങ മരത്തോപ്പ് എന്ന് പറയുന്ന പാഠഭാഗം അല്ലേ. ആ പാഠഭാഗത്തിൽ എങ്ങനെയൊക്കെയാണ് ദേശം ഒരു പ്രതിരൂപമായി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ദേശം, ഓർമ്മകൾ, അന്വേഷണങ്ങൾ, ഇത് മൂന്നുമാണ് ഈ പാഠഭാഗത്തെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം അല്ലേ. ദേശം, ഓർമ്മകൾ, അന്വേഷണം, ഈ മൂന്നെണ്ണമാണ് പാഠഭാഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നതാണ് മോക്ഷം അല്ലേ. അന്വേഷിക്കുമ്പോൾ ഒന്നിനെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ മോക്ഷം എന്ന പദപ്രയോഗം യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന ചിന്ത. പിന്നെ നിരന്തരമായ അന്വേഷണം ലക്ഷ്യത്തിലെത്തിക്കുന്നു. നിരന്തരമായി നമ്മളൊരു അന്വേഷണം, ഏതൊരു വസ്തുവിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും നിരന്തരമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ എന്ത് കണ്ടെത്താൻ വേണ്ടി നമുക്ക് കഴിയും, സത്യം കണ്ടെത്താൻ കഴിയും. അച്ഛൻ്റെ ദേശം തേടിയുള്ള മകൻ്റെ യാത്രയാണ്. ദേശം അന്വേഷണത്തിന് വിധേയമാകുന്നു. ഇത്രയുമാണ് ആ പാഠഭാഗത്തിൻ്റെ ഒരു ടോട്ടൽ സെൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നോക്കാം നമുക്ക്. പൂത്തുലഞ്ഞു നിൽക്കുന്ന പറങ്കിമാവിൻ തോപ്പുകൾ, പൂഴിമണൽ നിറഞ്ഞ വഴിയോരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന മുരിങ്ങ മരങ്ങൾ, പച്ചക്കുടുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽക്കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവെച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. അതൊരു ദ്വീപായിരുന്നു. 3 ഭാഗത്തും പുഴ, പടിഞ്ഞാറ് കടൽ. കൃത്യമായിട്ടൊരു ദേശത്തിൻ്റെ മനോഹരമായ ദൃശ്യം തുടക്കത്തിൽ തന്നെ നൽകാൻ മുരിങ്ങാമരത്തോപ്പിന് സാധിച്ചിട്ടുണ്ട് അല്ലേ. പറങ്കിമാവുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന നാട്ടിൻപുറങ്ങളിലെ മനോഹരമായൊരു ദൃശ്യം അല്ലേ. അതൊരു ദ്വീപായിരുന്നു, ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപായിരുന്നു അത്. ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താൻ്റെ പഴയ കോട്ട സമുദ്രത്തിൻ്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു. തെല്ലുമാറി സേട്ടിൻ്റെ ബംഗ്ലാവ്, ദേശത്തെ നാടുവഴിയുടെ കടം വന്ന് ലേലത്തിൽ വെച്ച 8 കെട്ട്. നാടുവാഴിയുടെ കടം വന്നുകൊണ്ട്, അതായത് 8 കെട്ടെന്ന് പറഞ്ഞാൽ 4 കെട്ടിനേക്കാൾ വലിയ വീടിനെയാണ് നമ്മൾ 8 കെട്ടെന്ന് വിളിക്കുക. പുഴയിലൂടെ കെട്ടുവള്ളങ്ങളും പായത്തോണികളും തെക്കോട്ടൊഴുകിപ്പോകുന്നത് കാണാമായിരുന്നു. മത്സ്യം വാരിക്കൂട്ടുന്നതിനായി മുങ്ങാങ്കുഴിയിടുന്ന ചീനിവലകൾ, മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ. നോക്കൂ, നിങ്ങളൊരു ദേശത്തിൻ്റെ മനോഹര ദൃശ്യമാണ് മക്കളെ. ധാരാളം വെള്ളക്കാക്കകളും പുഴക്കരയിലെ വൃക്ഷങ്ങൾക്ക് മുകളിൽ ചേക്കേറിയിരുന്നു. പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നരേന്ദ്രൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടന്നു. തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഊഷ്മള സ്മരണകൾ അവനിൽ നിറഞ്ഞു വിതുമ്പി. നേപ്പാളിയായ നരേന്ദ്രൻ്റെ അമ്മ ഒരു കവയിത്രിയായിരുന്നു. അവൻ അച്ഛനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. എങ്ങനെയാണ്? 23 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു താൻ ജനിച്ചിട്ട്. ഇനിയും അച്ഛനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. കണ്ടെത്താൻ ശ്രമിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. നേപ്പാളിയായ ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രൻ സ്വന്തം നിലനിൽപ്പിനായി യാത്ര തുടങ്ങിയതാണ്. സ്വന്തം ജന്മദേശത്തു നിന്ന് ആരംഭിച്ച ആ യാത്രയിൽ പല സ്ഥലങ്ങളും കണ്ടു. നഗരങ്ങളും നാട്ടിൻപുറങ്ങളും നിരവധി സമ്പന്നന്മാരുടെ ഇരുമ്പ് ഗേറ്റിനുകൾക്ക് മുന്നിൽ പാറാവ് നിന്നു. ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ജനിച്ച നാടിൽ നിന്ന് നേപ്പാൾ ആയിരിക്കണമല്ലോ അമ്മയുടെ ദേശം. അതുകൊണ്ട് തന്നെ ജനിച്ചത് നേപ്പാളിലാണ്. അവിടെ നിന്നും അച്ഛൻ്റെ ദേശം തേടിയുള്ള മകൻ്റെ യാത്രയാണ് നരേന്ദ്ര. 23 വർഷത്തോളമായി താൻ എന്ത് ചെയ്യാണ് അല്ലേ. 23 വർഷക്കാലമായി താൻ തൻ്റെ അച്ഛൻ്റെ ദേശം തിരഞ്ഞുള്ള യാത്രയിലാണ്. ഇന്നും അച്ഛൻ്റെ ദേശം കണ്ടെത്താൻ തനിക്ക് സാധിച്ചിട്ടില്ല. ആകെ അച്ഛൻ്റെ ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് അമ്മയിൽ നിന്നും കേട്ടറിഞ്ഞ കുറേ ഓർമ്മയാണ് അല്ലേ. അമ്മ ഒരു നല്ല എഴുത്തുകാരിയായിരുന്നു. അപ്പം അമ്മയിൽ നിന്നും അറിഞ്ഞ ചില സൂചനകൾ വെച്ചുകൊണ്ട് അച്ഛൻ്റെ ദേശം തേടി അച്ഛനെ കാണാൻ ഇറങ്ങിയ ഒരു മകൻ്റെ കഥയാണ് മുരിങ്ങാമരത്തോപ്പ്. ആ മകൻ്റെ പേരാണ് നരേന്ദ്രൻ എന്ന് പറയുന്നത്. എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പല കാരണങ്ങളുണ്ട്. മനസ്സെപ്പോഴും ഏതോ അന്വേഷണത്തിൽ മുഴുകുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ്. കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രൻ്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട്.
ഏതോ ഒരു ദ്വീപ്, ആ ദ്വീപിൽ ചെന്ന് തനിക്ക് ജന്മം നൽകിയെന്നെ കണ്ടുപിടിക്കണം, എന്നാലേ സ്വസ്ഥത ലഭിക്കൂ. അല്ലേ? അച്ഛനെ പിതൃത്വം തേടിയുള്ള ഒരു മകൻ്റെ യാത്ര തന്നെയാണ് കുഞ്ഞുമക്കളെ മുരിങ്ങ മരത്തോപ്പ് എന്ന് പറയുന്ന പാഠം. അതോടൊപ്പം തന്നെ ഒരു ദേശത്തിൻ്റെ മനോഹരമായ ചിത്രം നമുക്ക് ലഭിക്കുന്നതിനും ഈ പാഠം ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. നരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ്റെ ദേശത്തെ തേടിയുള്ള യാത്രയാണ് സത്യത്തിൽ ഈ പാഠമാകുമെങ്കിലും ഓരോ പ്രദേശത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ ഒരു വർണ്ണനയും ഒരു കൃത്യമായ ധാരണയും നമുക്ക് നൽകാൻ ഈ പാഠത്തിന് സാധിക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല മണപ്പുറത്തെ ഒരു ഗ്രാമത്തിലെ പഞ്ചായത്തിൽ താനൊരു ഗൂർഖ വാച്ച്മാനായി നിയോഗിക്കപ്പെടുമെന്ന് വിധി കാട്ടിത്തന്ന വഴിയാകാം. ഒരു വേള തൻ്റെ പെറ്റമ്മയുടെ സന്മനസ് ചേറ്റുവ മണപ്പുറം, ആ നാമം മാത്രം അവൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ തറച്ചു നിന്നു. കാരണം ചേറ്റുവ മണപ്പുറത്ത് എവിടെയോ, ആ ഭാഗത്ത് എവിടെയോ ആണ് തൻ്റെ പിതാവിൻ്റെ ദേശമെന്ന അമ്മയിൽ നിന്നും കുഞ്ഞുനാളിലെ താൻ കേട്ടതാണ്. അങ്ങനെ ഒരു സ്ഥലം ഈ ഭൂമുഖത്തുണ്ടോ? ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ അത്രയും വിസ്തരിച്ച ചെകിട്ടിലോതി തരുമായിരുന്നില്ലല്ലോ. അമ്മ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പറയുന്ന കാര്യം പൂർണ്ണമായും വിശ്വസിപ്പിക്കാൻ. അമ്മയുടെ കഥ, അമ്മ പറഞ്ഞതനുസരിച്ചാണ് മകൻ അച്ഛനെ തേടി ഇറങ്ങിയതെങ്കിലും അമ്മ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ വിശ്വസിപ്പിക്കത്തക്ക രൂപത്തിൽ വ്യക്തതയോടുകൂടിയാണ് അമ്മ അവതരിപ്പിച്ചിരുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. തൻ്റെ പിതാവിൻ്റെ ജന്മനാടിൻ്റെ സവിശേഷതകൾ, ആ നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധി, ആ മണ്ണിൽ കാണുന്ന എന്തിനേയും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് പോലും. അമ്മ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു നാടിനെ പറ്റി ഇത്രയും വിസ്തരിച്ച് പറയുന്ന എന്തിന്? നരേന്ദ്രൻ ഒന്നിലും വിശ്വാസം തോന്നിയിരുന്നില്ല. അമ്മ എന്തോ കെട്ടുകഥ മെനഞ്ഞുണ്ടാക്കുന്നു. മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി, ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അവൻ്റെ അച്ഛനായി ജീവിച്ചിരിപ്പുണ്ട്. ഏക തെളിവ് അച്ഛനും അമ്മയും കൂടി ഏതോ പൂന്തോട്ടത്തിൽ വെച്ചെടുത്ത ഫോട്ടോ. ആ ഫോട്ടോ മാത്രമാണ് തനിക്കൊരു അച്ഛനുണ്ടെന്ന സത്യം വെളിപ്പെടുത്തിയിരുന്നത്. ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. ഒരു വേള ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മണ്ണടിച്ചിട്ടുമുണ്ടാകാം. രണ്ടായാലും ഫലം ഒന്ന് തന്നെ. രണ്ടായാലും ജീവിച്ചിരുന്നാലും മരിച്ചു പോയാലും തനിക്കതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടവുമില്ല. പക്ഷേ ഒരിക്കലെങ്കിലും പിതൃത്വം, അല്ലേ, തന്നെ ജനിപ്പിച്ച പിതാവിനെ കാണാനുള്ള ഒരു മകൻ്റെ അവകാശവും അറിയാനുള്ള അവൻ്റെ ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ ആകാംക്ഷയും ഒക്കെയാണ് നരേന്ദ്രനെ കൊണ്ട് പല വേഷം കെട്ടിച്ചുകൊണ്ട് പല ദേശത്തും എന്ത് ചെയ്യപ്പെടുന്നത്, അലയിക്കുന്നത്. കാരണം എന്താ, എവിടെയെങ്കിലും ഒരു ഗൂർഖ ജോലിയോ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും ആ പ്രദേശത്ത് എവിടെയെങ്കിലും തൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരുന്നാലും മരിച്ചാലും തനിക്ക് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. അതുകൊണ്ട് അല്ലേ, 23 വയസ്സ് വരെ താൻ ജീവിച്ച അച്ഛനില്ലാതെയാണ്. ഇനി അങ്ങോട്ട് ജീവിക്കാൻ തനിക്കത് മതി. കാരണം അധ്വാനിക്കാനുള്ള ശേഷിയും ആരോഗ്യവും തനിക്കുണ്ടെങ്കിൽ ജീവിക്കാം. പക്ഷേ എന്നിരുന്നാലും ആ ഒരു മനുഷ്യൻ്റെ രൂപം കാണാനും ആ മനുഷ്യനെക്കുറിച്ചൊന്ന് അറിയാനുമുള്ള ഒരു മകൻ്റെ ആത്മാർത്ഥമായ അവകാശമാണ് നരേന്ദ്രനെ എവിടേക്ക് നയിച്ചത്? ഇങ്ങനെ ഒരു യാത്രയ്ക്ക് നയിച്ചത്. നേപ്പാളിലെ സോട്ടിയ ജില്ലക്കാരിയായ അമ്മ പട്ടാളക്കാരനായ പഴനിക്കാട് ശിവശങ്കരൻ നായർ കണ്ടുമുട്ടിയത് തികച്ചും യാദൃശ്ചികമായിരുന്നുവോ? സുബൈദാർ KPS നായർ എന്ന അപരനാമത്തിൽ, മറ്റൊരു നാമത്തിൽ അല്ലേ അറിയപ്പെടുന്ന പട്ടാളക്കാരനും നേപ്പാളിയുമായ ഒരു കുഗ്രാമത്തിൽ ജീവിച്ചിരുന്ന കമ്പിളി ഉടുപ്പുകൾ തുന്നി ഉപജീവനം നയിച്ചിരുന്ന നേപ്പാളി യുവതി ഉഷാകുമാരിയും തമ്മിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? രണ്ട് പ്രദേശങ്ങളിൽ, രണ്ട് സംസ്കാരത്തിൽ, രണ്ട് ഭാഷയിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ്. സ്നേഹം എന്ന് പറയുന്ന ഒറ്റ ബന്ധത്തിന് ഭാഷയും ദേശവും ഒന്നും എന്തല്ല, തടസ്സമല്ല, അല്ലേ? നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള പട്ടാള ബാരക്കിൽ വെച്ചാണോ അതോ ഏതെങ്കിലും ഉദ്യാനത്തിലോ മലഞ്ചെരുവിലോ ഗ്രാമവീഥിയിലോ? 5 വയസ്സ് മുതൽക്കേ അച്ഛനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. താൻ ജനിച്ചത് മുതൽക്കേ അമ്മ ദുഃഖിതയാണെന്ന് അയാൾ അറിയാൻ കഴിഞ്ഞു. ഏതോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ചെടുത്ത പഴയ ഫോട്ടോ നരേന്ദ്രൻ ഇടയ്ക്കിടെ എടുത്തു നോക്കാറുണ്ട്. അമ്മ ആഹ്ലാദവതിയായിരുന്നുവെന്ന ആ ഫോട്ടോയിൽ നിന്ന് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം ആ ഫോട്ടോയിൽ വളരെ പ്രസന്നവതിയായ അമ്മയാണ്. പക്ഷേ താൻ ജനിച്ച നാൾ മുതൽ താൻ കാണാൻ തുടങ്ങിയത് അമ്മയുടെ കരഞ്ഞ മുഖം മാത്രമാണ്. കാരണം അപ്പോഴേക്കും തൻ്റെ പിതാവ് അമ്മയെ ഉപേക്ഷിച്ച് പോയിരുന്നു എന്നുള്ളതാണ്. അച്ഛൻ ഗൗരവക്കാരനും, എന്നാൽ അച്ഛന് പട്ടാളക്കാരൻ്റെ പതിവ് മീശ ഉണ്ടായിരുന്നില്ല. ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് പൗരുഷം മുറ്റി നിന്നിരുന്നു. പൂച്ചക്കണ്ണുകൾ പുരുകക്കൊടി അന്യോന്യം കൂട്ടിമുട്ടിയിരുന്നു. മൂക്ക് ഉരുണ്ട് കട്ടി കൂടിയതായിരുന്നു.
കട്ടമുക്കനും നീല കണ്ണുള്ളവനുമായിരുന്ന ആജാനുബാഹു വലിയ നല്ല കൈയും കാലൊക്കെ വലിയ മനുഷ്യനായിരുന്നു. അമ്മ ഉയരം കുറഞ്ഞവളായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഒരുമിച്ചെടുത്തുള്ള ഫോട്ടോ നരേന്ദ്രൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു. പോകുന്നിടത്തൊക്കെ കൊണ്ടു നടന്നു. തനിക്ക് അമ്മ വഴി ലഭിച്ച തകരപ്പെട്ടിയിൽ അതൊരു നിക്ഷേപമായി കിടന്നു. അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ചിത്രം അതും മാത്രമാണ് അച്ഛനെ കണ്ടുപിടിക്കാനുള്ള ഏക വഴിയായിട്ട്, ഏക വസ്തുവായിട്ട്, ഏക തെളിവായിട്ട് ആരുടെ കയ്യിലുള്ളത്? നമ്മുടെ നരേന്ദ്രൻ്റെ കയ്യിലുള്ളത്. കാലമേറെ ചെന്നിട്ട് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത കഥാപാത്രങ്ങൾ അച്ഛനും അമ്മയും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നവൻ വിശ്വസിച്ചു. അച്ഛനോട് തെല്ല് വെറുപ്പും അമ്മയോട് അളവറ്റ വാത്സല്യവുമായിരുന്നു. എവിടെ തൊഴിൽ തേടി അലയുമ്പോഴും നരേന്ദ്രൻ അവൻ്റെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമായിരുന്നു. അവൻ തൻ്റെ ദീർഘയാത്രയ്ക്കിടയിലും അമ്മയെപ്പറ്റി ഓർക്കാറുണ്ട്. സാധുവായ തൻ്റെ അമ്മയെ പറഞ്ഞു പറ്റിച്ച് ഒരക്ഷരം ഉരിയാടാതെ ഒളിച്ചോടിപ്പോയ മുട്ടാളനായ ദുഷ്ടനായ ആ പട്ടാളക്കാരൻ എന്തെങ്കിലും ഒരിക്കൽ എവിടെ വെച്ചെങ്കിലും കാണാതിരിക്കില്ല എന്ന വിശ്വാസം നരേന്ദ്രനിൽ വളർന്നുകൊണ്ടിരുന്നു. അമ്മ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ട്രാൻസ്ഫർ വാങ്ങി എവിടേക്കോ സ്ഥലം മാറിപ്പോയിരുന്നു ബീരു. സുബൈദാർ KPS നായർ താൻ അറിയാതെ പല്ലുറുമി പോകാറുണ്ട്. KPS നായരെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ നരേന്ദ്രൻ ഒരുക്കമായിരുന്നില്ല. തനിക്ക് പിതൃത്വം നൽകിയ ആ മനുഷ്യൻ ഒരു വലിയ ആൾമാറാട്ടക്കാരനാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ മേൽവിലാസം കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. തനിക്കിപ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ട്. ഗൂർഖ വാർച്ച്മാനാണെങ്കിലും കഷ്ടിച്ച് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട്. ആ മനുഷ്യനെ എന്തെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തൻ്റെ അമ്മ അനുഭവിച്ച യാതനകളെപ്പറ്റി ഓർമ്മപ്പെടുത്തണം. എഴുത്തും വായനയും കഷ്ടിച്ച് മനസ്സിലാക്കിയതോടെ ജനിച്ച ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടതാണ്. വിശാലമായി ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നാണ് തനിക്ക് അഭയം ലഭിക്കുക? അപ്പോൾ കുഞ്ഞുനാളിൽ അമ്മയിൽ നിന്നും കേട്ട് ശീലിച്ച അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി പിന്നിട്ട വഴികളാണ്. ഇനി എവിടെ ചെന്നാലാണ് തനിക്ക് തൻ്റെ പിതാവിനെ കാണുക? അപ്പോൾ ഒരു മകൻ്റെ, നരേന്ദ്രൻ എന്ന മകൻ്റെ അലച്ചിലും അതോടൊപ്പം തന്നെ അടങ്ങാത്ത അന്വേഷണ ബുദ്ധിയുമാണ് ഈ പാഠഭാഗത്തെ സജീവമാക്കുന്നത്. അത് നമുക്ക് നൽകുന്ന പാഠം, ആത്മാർത്ഥമായി അന്വേഷിച്ചാൽ നമ്മൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിൽ നിർബന്ധമായി നമ്മൾ എത്തിച്ചേരുമെന്നുള്ള മഹത്തായ സന്ദേശമാണ് പാഠം നൽകുന്നത്, അല്ലേ? തൻ്റെ സർവസ്വവുമായിരുന്ന അമ്മയെ മറവ് ചെയ്ത ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചപ്പോൾ നരേന്ദ്രൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ചളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ശവക്കൂനയിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാൽപ്പാമരത്തിൻ്റെയും പാരിജാതത്തിൻ്റെയും ഇലകൾ കൂട്ടിക്കെട്ടിയിട്ടുള്ള കമ്പുകൾ ഒടിച്ചുകുത്തിയപ്പോൾ തനിക്ക് അവസാനമായി ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവെന്ന കൃതാർത്ഥത അനുഭവപ്പെട്ടു. സംതൃപ്തി. വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു. തൻ്റെ പ്രിയങ്കരനായ കാമുകൻ തന്നെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കി സംരക്ഷിക്കുമെന്ന വിശ്വാസക്കാരിയായിരുന്നു അമ്മ. ശുദ്ധഗതിക്കാരി. കഷ്ടിച്ചേതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിൻ്റെ നിറപ്പകിട്ടാർന്ന ദിനങ്ങളുടെ മാധുര്യവും സ്മരണയും അമ്മയുടെ കവിളിൽ കണ്ണീരായിട്ട് ഒഴുകി നിന്നു, അല്ലേ? ഒരു തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവൻ തന്നെയും തൻ്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് അമ്മ ഒരു ഭർത്താവായി തന്നെ അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ അവരൊരുമിച്ചപ്പോൾ അവരനുഭവിച്ച സുഖവും സൗഭാഗ്യങ്ങളുമെല്ലാം പിന്നീട് കണ്ണീരായി തൻ്റെ അമ്മയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നത് ആ മകൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? എന്തുകൊണ്ടെന്നാണ് അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചതെന്ന നരേന്ദ്രൻ്റെ ചോദ്യത്തിന് അമ്മയ്ക്ക് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. അവർ പലപ്പോഴും മൗനിയും നിർവികാരിയുമായി. അച്ഛൻ തന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഏതോ ഒരു അജ്ഞാത ശാപത്താൽ മറക്കാനിടയായതെന്നും ധരിപ്പിക്കാൻ ചിലപ്പോൾ ശ്രമിച്ചിരുന്നു. അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ച് നരേന്ദ്രൻ അനേക നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അവന് അമ്മയുടെ വാക്കുകൾ വിശ്വാസമില്ലാതെയായി. ട്രക്കുകളിലും ജീപ്പുകളിലും കുത്തി നിറച്ച പട്ടാളക്കാരെ കയറ്റിയ വണ്ടികൾ നിരത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ നരേന്ദ്രൻ നോക്കി നിൽക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ തൻ്റെ അച്ഛനും ഉണ്ടായിരിക്കുമെന്ന് അവൻ കരുതിയിട്ടുണ്ടാവാം. ഒരു നാൾ തന്നെയും അമ്മയും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി കൂടുകയില്ല അവൻ ആശ്വാസം കണ്ടത്. ഏതെങ്കിലും ഒരു നാൾ തൻ്റെ പിതാവ് എത്തി തന്നെയും തൻ്റെ അമ്മയും കൊണ്ടുപോകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നരേന്ദ്രൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാള വണ്ടികൾ പോകുമ്പോൾ ആകാംക്ഷയോടെ നോക്കി നിൽക്കുക ആ മകൻ്റെ പതിവായിരുന്നു, അല്ലേ? നോക്കൂ നിങ്ങൾ, നരേന്ദ്രൻ്റെ തീവ്രമായ വേദന, അച്ഛനെ അന്വേഷിച്ചുള്ള യാത്രക്കിടയിലും അമ്മയുടെ നഷ്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, എന്താ പറയുക, ഒരു
ഒരു പുരുഷായുസ് മുഴുവൻ വേദനിക്കാനുള്ള വേദന നരേന്ദ്രൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൂടെ ഓർത്ത് വെക്കുക. നരേന്ദ്രൻ എന്ന കഥാപാത്രം എങ്ങാനും ചോദിച്ചാൽ എൻ്റെ കുഞ്ഞുമക്കൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണത്. അച്ഛൻ്റെ രൂപം ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമോ? തൻ്റെ അച്ഛൻ്റെ നിറം വെളുപ്പ് കലർന്ന ചുവപ്പാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. കറുകറുത്ത ചുരുണ്ട മുടി, തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ, കടുകിൻ്റെ ചെടിയുടെ മഞ്ഞപ്പൂക്കളും കടുക് പാലയുടെ വെളുത്ത പൂങ്കുലകളും മലങ്കാറ്റിന് സുഗന്ധമേകി. നേപ്പാളിലെ വിശുദ്ധ ദിനമായ ഗണ്ഡകയിലെ സ്ഫടികക്കല്ലുകൾ പലതും ഋതുഭേദങ്ങൾക്കൊത്ത് സാളാ ഗ്രാമങ്ങളായി രൂപപ്പെട്ടു. കൃഷ്ണശിലകൾ നദീപ്രവാഹത്തിൽ അലിഞ്ഞ് ധാതുക്കളായി മാറി. കാലം കൊഴിച്ചിട്ട ഇലകൾ മണ്ണിനെ ഉർവരമാക്കി. ഓർത്തുവെക്കുക, അതിമനോഹരമായ കാലം കടന്നുപോയി എന്ന സൂചന നൽകാൻ അതിമനോഹരമായി ഉപയോഗിച്ചിരിക്കുന്ന പിന്നെന്താണ് കടുകിൻ്റെയും മഞ്ഞപ്പൂക്കളും കടുകപ്പാലയുടെ വെളുത്ത പൂക്കളുമൊക്കെ കാലം മാറുന്നതനുസരിച്ച് പൂക്കൾ ഉണ്ടാവുകയും കൊഴിയുകയും ചെയ്യുന്ന അവസ്ഥ അല്ലേ? ഗഡ്ഗയിലെ സ്ഫടികക്കല്ലുകൾ ഋതുഭേദങ്ങൾ കൊണ്ട് സാളഗ്രാമങ്ങളായി മാറിയത്. അതുപോലെ തന്നെ കൃഷ്ണശിലകൾ അലിഞ്ഞില്ലാതെയാവുന്ന കാലത്തിൻ്റെ പ്രവാഹത്തെ, കാലത്തിൻ്റെ ഒഴുക്കിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരം പദപ്രയോഗങ്ങൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് എന്നുകൂടി എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ബുർജ പാത്രങ്ങൾ പെറുക്കിയെടുത്ത് കെട്ടുകളാക്കി തലച്ചുമടേറ്റ് ബദരിയിലും കേദാർനാഥിലും സന്ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് വിറ്റ് കാശാക്കി രോഗിണിയും ദുഃഖിതയുമായ പെറ്റമ്മയെ പോറ്റാൻ വേണ്ടി പാടുപെട്ട നാളുകൾ. മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെയുള്ള മലഞ്ചെരുവിലൂടെയുള്ള ഏകാന്തയാത്ര. നരേന്ദ്രൻ്റെ കണ്ണുകൾ ഈറനായി. കാരണം പിന്നിട്ട വഴികളിൽ താൻ അനുഭവിച്ച ദുരിത പർവ്വവും അല്ലെ ദുരിതങ്ങളുടെ അധ്യായവും ഓർക്കുമ്പോൾ നരേന്ദ്രൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന തോന്നാറുണ്ട്. തൻ്റെ പിതാവെന്ന് പറയുന്ന മനുഷ്യൻ ഒട്ടും തന്നെ മനസ്സാക്ഷിയില്ലാത്തവനായിരുന്നു എന്ന തിരിച്ചറിവ് കാലം ചെല്ലുന്തോറും നരേന്ദ്രന് വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിച്ചു. കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒരിക്കൽ ബുദ്ധഗയ സന്ദർശിച്ച് തഥാഗതൻ്റെ സന്നിധാനത്തിൽ ധ്യാനത്തിൽ മുഴുകിയവൻ സൂക്തങ്ങൾ സങ്കീർത്തനങ്ങളായി ആലപിക്കുന്ന ഭജനകളിൽ പങ്കെടുത്തു. ബുദ്ധവിഹാരം സന്ദർശിക്കുന്നവർക്ക് പുരോഹിതർ ചിട്ടപ്പടി വെച്ചു പോരുന്ന നാൾവഴി പുസ്തകത്തിൻ്റെ ഏടുകളിൽ നിന്ന് പരതി എടുത്തു കൊടുക്കുന്ന ബോധിവൃക്ഷത്തിൻ്റെ ഉണങ്ങിയ ഇലയിൽ നിന്ന് നരേന്ദ്രൻ ലഭിച്ചു. ലാമയിൽ നിന്നും ഭക്ത്യാദര പുരസ്സരം അവൻ അത് ഏറ്റുവാങ്ങി. കണ്ണിൽ സ്പർശിച്ചു. പ്രധാന പുരോഹിതൻ നാവൂറ് പാടി ഫലം പറഞ്ഞു. അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കില്ല. അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രമം ഉപേക്ഷിക്കരുത്. നരേന്ദ്രൻ ബുദ്ധസന്യാസിയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വചനമാണെന്ന് തോന്നിപ്പോയി അല്ലേ? ബുദ്ധവിഹാര കേന്ദ്രങ്ങളിലൊക്കെ അവരുടെ പ്രമാണങ്ങൾ അടങ്ങിയ പുസ്തകത്തിൽ ഉണക്കാനിട്ടിരിക്കുന്ന ആലില, ബോധിവൃക്ഷം എന്ന് പറഞ്ഞാൽ ആൽമരമാണ് അല്ലേ? ബുദ്ധൻ എന്ന പദം പോലും വന്നത് ബോധിവൃക്ഷത്തണലിൽ നിന്ന് ജ്ഞാനം നേടിയവൻ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ആൽമരത്തിൻ്റെ ഇലയാണ്. ആ ആൽമരത്തിൻ്റെ ഇല കൊടുത്തുകൊണ്ട് ബുദ്ധവിഹാരങ്ങളിലെ ഒരു സന്യാസി, പ്രധാന പുരോഹിതൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ അന്വേഷിക്കുന്ന കണ്ടെത്തുക തന്നെ ചെയ്യും. കുറിയ കണ്ണുകൾ മിഴിച്ച് മുണ്ടിത ശിരസ്കനായ സന്യാസിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ബുദ്ധസന്യാസിയുടെ ചുണ്ടുകൾ ആമന്ത്രിച്ചു. വിശദീകരണം എന്ന പോലെ അന്വേഷിച്ചാലേ കണ്ടെത്തുന്ന നിമിഷം ആനന്ദാനുഭൂതി. കണ്ടെത്തുന്ന ആ നിമിഷമാണ് മോക്ഷം അല്ലേ? അന്വേഷണത്തിൽ എപ്പോഴാണ് നമ്മൾ ഫലം കാണുന്നത്, അപ്പോഴാണ് നമുക്ക് മോക്ഷമുണ്ടാകുന്നത്. ഓരോ മനുഷ്യനും അന്വേഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള അല്ലേ? പക്ഷേ അവൻ്റെ അന്വേഷണം അവസാനിക്കുന്ന അവൻ്റെ മരണത്തിലൂടെ ആയതുകൊണ്ട് മരണാനന്തരം അവന് മോക്ഷം എന്ന രൂപത്തിൽ നമ്മൾ പറയുന്നു. മുഴുവനും മനസ്സിലായില്ലെങ്കിലും ചില വാക്കുകൾ സത്യത്തിൻ്റെ സ്ഫുരണമുണ്ടെന്ന് തോന്നിപ്പിച്ചു. സ്ഫുരണം, അതിൻ്റെ രശ്മി, അതിൻ്റെ അംശമുണ്ട് എന്ന് തോന്നി. സത്യങ്ങൾ ഭാഗികങ്ങളാണ് മകനെ, പൂർണ്ണമായിട്ടൊന്നുമില്ല. പൂർണ്ണത കൈവരിക്കുന്നതാണ് സത്യം. ബോധിസത്യൻ സത്യം കണ്ടെത്തിയവനാണ്. അന്വേഷിച്ചു പോയപ്പോഴാണ് സത്യം കണ്ടെത്തിയത്. കുട്ടി, നിനക്കും സത്യം കണ്ടെത്താനാകും. തഥാഗതൻ എന്തെങ്കിലും മാർഗനിർദ്ദേശം തരാതിരിക്കില്ല. നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സ്വാന്തനത്തിൻ്റെ കൊളുക്കാറ്റ് വീശിയ പോലെ ഇത് ചോദിക്കും. ഇത് ചോദിച്ചിട്ട് ഇങ്ങനെ നരേന്ദ്രൻ്റെ മനോഭാവം ഉണ്ടാവാനുണ്ടായ കാരണം എന്താണ് എന്നൊരു ചോദ്യം എൻ്റെ കുഞ്ഞു മക്കൾക്കുണ്ടാകും. അപ്പോൾ ഓർത്തു വെക്കുക, ബുദ്ധവിഹാരങ്ങളിൽ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടുകൾ, ബുദ്ധസന്യാസി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കേട്ടപ്പോൾ തനിക്കൊരു പുതിയ വെളിപാടുണ്ടായി. തനിക്ക് തൻ്റെ അന്വേഷണം ഫലം കാണുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചത് അതാണ് എന്നുള്ള ചിന്ത. അതിനെക്കുറിച്ച് ഓർമ്മ വയ്ക്കുക. മിനി ഗൾഫായ മണപ്പുറത്തെ
പുതുതായി രൂപം കൊണ്ട ഒരു കൊച്ചു ഗ്രാമത്തിൽ നരേന്ദ്രൻ എത്തിപ്പെട്ടത് തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു. ഒരു ഗൂർഖ വാച്ച്മാൻ്റെ ആവശ്യം കാണിച്ചുകൊണ്ടുള്ള അറിയിപ്പിനെ തുടർന്ന് ജോലിക്ക് അപേക്ഷിച്ചത്. നാട്ടിൽ രാത്രി സമയങ്ങളിൽ കളവുകൾ നടക്കുന്നു. സാമൂഹ്യദ്രോഹികൾ പച്ചപ്പകൽ പോലും സ്ത്രീകളെ അപമാനിക്കുവാൻ മുതിരുന്നു. അതുകൊണ്ട് ഗ്രാമത്തിൽ സുരക്ഷിതത്വത്തിനായി വന്ന പുതിയ കാവലാളാണ് നരേന്ദ്രൻ. പല വീടുകളിൽ നരേന്ദ്രൻ കയറിയിറങ്ങി. രാത്രി ഡ്യൂട്ടി. തെരുവുകളിൽ വലിയ ടോർച്ച് ലൈറ്റുമായി റോന്തു ചുറ്റി. അവന് ഗ്രാമവാസികൾ എന്തുകൊണ്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടു. വിനയത്തോടെയുള്ള പെരുമാറ്റം, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പ്രവൃത്തി, മിടുക്കൻ, സത്യസന്ധൻ. ഗ്രാമീണർ അവനെ പുകഴ്ത്താൻ മറന്നില്ല. നരേന്ദ്രൻ പഞ്ചായത്തിലെ വാർഡ് നമ്പർ 9 255 വീട് നമ്പർ പ്രകാരം ശ്രദ്ധിക്കാനിടയായി. അവിടുത്തെ ഗൃഹനാഥനുമായി എന്തോ പൂർവ്വ ബന്ധമുള്ള പോലെ ആരും തരാത്ത മാസവരി കിട്ടുന്ന ഒരേ ഒരു വീട്. വീട്ടുചുമരിൽ ഘടിപ്പിച്ച കോളിംഗ് ബെല്ലിൽ ബലമായി വിരലമർത്തി. പതിവില്ലാത്ത മുഴക്കത്തിൽ തുടർച്ചയായി ബെല്ലടി കേട്ടപ്പോൾ വീട്ടമ്മ വാതിൽ തുറന്നു. ഗൂർഖ വാച്ച്മാൻ നരേന്ദ്രനാണ്. മാസവരിക്ക് വേണ്ടി നേരത്തെ വന്നതാവും. ജന്മനാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം. പുറത്തേക്ക് വന്ന് ഗൃഹനാഥനായിരുന്നു. നരേന്ദ്രൻ ആ മനുഷ്യനെ നാളിതുവരെ കാണാത്ത മട്ടിൽ തുറച്ചു നോക്കി. ആളെ പിടികിട്ടി. എന്തു പറയണമെന്നറിയാതെ തരിച്ചു. തെല്ലിട കിതച്ചു. വയസ്സനായ റിട്ടയർഡ് സുബേദാർ സാഹിബിനെ ഭവ്യമായി സലാം ചെയ്തുകൊണ്ട് അവൻ പടിയിറങ്ങി. വിയർപ്പിൽ കുളിച്ച് നരേന്ദ്രൻ നീണ്ടുകിടക്കുന്ന മണൽപ്പാതയിൽ ചെന്ന് കയറി. വീണ്ടും വലിഞ്ഞു നടന്നു ബസ് സ്റ്റോപ്പിലേക്ക്. എത്തിച്ചേരാൻ സമയം വൈകിയിരിക്കുന്നു. ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങ മരത്തോപ്പുകളെയും പുന്നമരക്കാടുകളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. നോക്കൂ, എന്തുകൊണ്ടായിരിക്കാം അവിടെ ചെന്നപ്പോൾ ഗൃഹനാഥൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു വരി പോലും പറയാതെ നരേന്ദ്രൻ ഇറങ്ങി തിരിച്ചതാ. നരേന്ദ്രൻ ആരെ തേടിയാണോ ഇത്രയും കാലം നടന്നത്, ആ നടന്ന വ്യക്തിയെ തിരിച്ചറിഞ്ഞു എന്ന കണ്ടെത്തിയെന്ന ചാരിതാർത്ഥ്യമായിരിക്കാം അയാളെ തിരിച്ചു നടത്താൻ പ്രേരിപ്പിച്ചത്. അതാണ് മുരിങ്ങാമരത്തൊപ്പ് അനുഭവങ്ങളുടെ നേർരേഖകൾ. ഉണ്ണികൃഷ്ണൻ പുതൂർ. ഇതേ പാഠഭാഗം 8 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. അനുഭവങ്ങളുടെ നേർരേഖയിൽ നിന്നുള്ള ചെറിയ ഭാഗം ആശാൻ എന്ന് പറയുന്ന ഒരു കീർത്തിമുദ്ര എന്ന് പറയുന്ന ഒരു പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. നരേന്ദ്രൻ്റെ യാത്രയിൽ തെളിയുന്ന ദേശഭംഗി, അതൊരു ചോദ്യമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മക്കളെ. ദേശം എഴുത്തുകാരെയും സാഹിത്യകൃതികളെയും സ്വാധീനിച്ചതിലെ വൈവിധ്യം പരിചയപ്പെട്ടല്ലോ. യൂണിറ്റിലെ രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി ദേശവും എഴുത്തും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ശീർഷകം കൊടുക്കണം. അതോടൊപ്പം തന്നെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ആമുഖം കൊടുക്കണം. പിന്നെ ആശയം വ്യക്തമായി അവതരിപ്പിക്കാൻ കഴിയണം. പിന്നെ കൺക്ലൂഷൻ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഖണ്ഡികയാക്കി തിരിക്കണം. പാരഗ്രാഫ് തിരിച്ച് തന്നെ മക്കൾ എഴുതണം. ഇതാണ് ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ മക്കളെ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണണ്ടേ? അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത പാഠവുമായി വീണ്ടും കാണാം മക്കളെ.